വൈറ്റ് ഹൗസിലോട്ട് ഒരു പ്രസിഡന്റ്, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് വരുന്നു, അയാളെ ഇരുത്തി എന്ത് പറയുന്നത് പച്ചവെള്ളത്തോടെ ഊക്കുന്നു. ശരിക്കും പൊട്ടി കഷ്ടപ്പെട്ട് ടാക്സ് അടച്ച് എല്ലാ രീതിക്കും ടാക്സ് അടച്ച് കൊണ്ടുണ്ടാക്കുന്ന പൈസ അത് ഇവന്മാർക്ക് ചുമ്മാ കൊടുക്കാനാണെങ്കിൽ എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിക്കത്തില്ല. ആ ഒരു വൈബിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നാണമില്ലല്ലോ. ജോൺ വിക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു കഥാപാത്രത്തിന്റെ പട്ടിയെ കൊല്ലുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിനു വേണ്ടി പുള്ളി എന്തുമാത്രം കൊലപാതകം നടക്കുന്നുണ്ട്. ആ സിനിമ കണ്ടുവന്നാൽ മുഴുനീളം വയലൻസ് ആണ്. പെൻസിൽ കൊല്ലുന്ന പല പല രീതികളിൽ കൊല്ലുന്നു, ബോംബിട്ട് കൊല്ലുന്നു, സ്റ്റെപ്പ് കയറി പോകുന്ന വഴിക്ക് ഓടി കടന്നു കൊല്ലുന്നു. മാർക്കോ കണ്ടിട്ട് ഒരു 25 വയസ്സുള്ളവനോ 30 വയസ്സുള്ളവനോ അത് അനുകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അവന് വിവരമില്ലെന്നേ പറയത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു രാജ്യം, ഈവൻ ഇപ്പൊ ബ്രസീലിൽ അത് നടക്കുന്നില്ലെങ്കിൽ പാകിസ്ഥാനെ പോലുള്ള രാജ്യം ചെയ്യരുത്. അപ്പോ ഇന്നത്തെ ഒരു പ്രധാന വിഷയമായിരുന്നു ട്രംപും മച്ചാനും തമ്മിലുള്ള വഴക്ക്, സെലൻസ്കിയും തമ്മിലുള്ള വഴക്ക്. അത് ഭയങ്കര വിഷയമായിരുന്നു അല്ലേ? അതൊരു എനിക്ക് തോന്നുന്നില്ല അടുത്തൊരു ലോകക്രമത്തില് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. ഒരു വിയേഡായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. കാര്യം വൈറ്റ് ഹൗസിലോട്ട് ഒരു പ്രസിഡന്റ്, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് വരുന്നു, അയാളെ ഇരുത്തി എന്ത് പറയുന്നത് പച്ചവെള്ളത്തോടെ ഊക്കുന്നു. ശരിക്കും പൊട്ടി അന്ന് രണ്ടുപേർക്കും പൊട്ടി എന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് വിഷയമായി. നമ്മുടെ JD വാൻസ് ഉണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിന് വിഷയമായി. JD വാൻസ് കയറി സംസാരിച്ചു കഴിഞ്ഞപ്പം സെലൻസ്കി ചോദിച്ചു, സെലൻസ്കിയുടെ മനസ്സിൽ ഇത്രേ ഉള്ളൂ, ഇവൻ ആരാ എന്നോട് സംസാരിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതെ, TV ചർച്ച അത് ആ ഒരു ലെവലിലേക്ക്, കേരള പൊളിറ്റിക്സിന്റെ ലെവലിലേക്ക് ലോക പൊളിറ്റിക്സ് പോകുന്ന ഒരു ആ ഒരു സീനാ കണ്ടത്. അതായത് പ്രശ്നം, അത് നമ്മളിതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം വർഷങ്ങളായിട്ട് ഇപ്പൊ 2 വർഷമായി തുടങ്ങി, രണ്ടു കൊല്ലം 3 കൊല്ലമായി, കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 2 കൊല്ലം 3 കൊല്ലമായി. അപ്പൊ ഇത്രയും നാളായിട്ട് യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു പ്രശ്നമാവുമല്ലോ. അതായത് ട്രംപ് നോക്കുന്നത് ഇപ്പൊ അവരുടെ രാജ്യത്തിന് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അതിനൊരു നന്ദിയില്ലാത്ത പ്രകടനം കാണിക്കുന്നു എന്നുള്ള രീതിക്കാണ് ട്രംപ് സംസാരിച്ചത്. അപ്പം എന്താ പറയാ, അപ്പം ട്രംപ് പറയുന്നത്, ഞാൻ സൗദിയിൽ പോയിരുന്നു, സൗദി പോയി കഴിഞ്ഞപ്പം പുട്ടിനെയും സെലൻസ്കിയും രണ്ടുപേരെയും ഞാൻ വിളിച്ചിരുന്നു, സമാധാന ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. പക്ഷെ അത് സമാധാന ചർച്ചയ്ക്ക് വിളിച്ചിട്ട് സമാധാന ചർച്ച നടത്തിയില്ല. പുട്ടിൻ വന്നു, സെലൻസ്കി വന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ദേഷ്യമുണ്ട്. പിന്നെ ഇന്ന് പുള്ളി കടന്നു വന്നപ്പോഴേ എനിക്ക് കൂടുതൽ പൈസ വേണം, ഇത്രയും കൊടുത്തത് പോരാ, പുള്ളിക്ക് കൂടുതൽ പൈസ വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. പെങ്ങളെയൊക്കെ കെട്ടിച്ചു വിട്ടിട്ട് ചേട്ടൻ കെട്ടിച്ചു വിടത്തില്ലേ, അപ്പൊ പെങ്ങളെ പോരാ, ശ്രീധരൻ ഇനിയും വേണം, ആ ഒരു മൈൻഡിലാണ്. ഇതിപ്പം ശ്രീധരൻ ആ ഒരു മൈൻഡിലാണ് കുറച്ചുകൂടെ സ്ഥലം വേണം, കണക്ക് പുറത്തൊന്നും പറഞ്ഞു. അതെ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ദേഷ്യം വന്നു. കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആ പൈസ കൊടുത്തതിനുള്ള ഒരു ഇതിപ്പം പ്രധാനപ്പെട്ട നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷം, ഏകദേശം ഒരു വർഷം മുമ്പ് വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും അടക്കമുള്ള മാധ്യമങ്ങളെല്ലാം, അമേരിക്കൻ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു വലിയൊരു ഇൻസിഡന്റ് ആയിരുന്നു. സെലിൻസ്കി ബൈഡനുമായിട്ടൊരു ഫോൺ വിളിച്ചു. എന്നിട്ട് ഫോണിൽ പുള്ളി ഒരു $250 ബില്യൺ ചോദിച്ചെന്നും, ബൈഡൻ കലിപ്പായെന്നും വിഷയമായെന്നും, ബൈഡൻ പുള്ളി ഫോണിൽ നിർത്തി തെറി പറഞ്ഞെന്നും സീനുണ്ടായിരുന്നു. ഞാനൊരു 15 ചോദിച്ചാലും ആ ഒരു വൈബിലാണ് പുള്ളി പോകുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പം അതാണ് അതിന് പ്രശ്നം. പിന്നെ ഓരോ രാജ്യത്തും ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും, അല്ലെങ്കിൽ ഇന്ത്യ മയാൻമാറിലൊരു യുദ്ധം നടക്കാന്ന് വെക്കുക. മയാൻമാറിലെ യുദ്ധം നടക്കുമ്പം മയാൻമാറും തായ്ലൻഡും യുദ്ധം നടക്കാന്ന് വെക്കുക. അപ്പം ഇന്ത്യ ഒരാളെ പൈസ കൊടുത്തോണ്ടിരിക്കുക, ഈ മയാൻമാറിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തോണ്ടിരിക്കാന്ന് വെക്കുക. അപ്പൊ ഇങ്ങനെ മയാൻമാറിനോട് പൈസ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചാൾ കഴിയുമ്പോൾ നമ്മുടെ നാട്ടുകാർ ചോദിച്ചിട്ട്, ഞങ്ങൾ കഷ്ടപ്പെട്ട് ടാക്സ് അടച്ച് എല്ലാ രീതിക്കും ടാക്സ് അടച്ച് കൊണ്ടുണ്ടാക്കുന്ന പൈസ അത് ഇവന്മാർക്ക് ചുമ്മാ കൊടുക്കാനാണെങ്കിൽ എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിക്കത്തില്ലേ. ആ ഒരു വൈബിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നാണമില്ലല്ലോ ട്രംപിന്. അവര് പുള്ളി, നമ്മൾ സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ ഇത്ര നാൾ യുദ്ധം ചെയ്യല്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യല്ലേ, റഷ്യയാണ് അഗ്രസർ, അപ്പൊ റഷ്യ ഞങ്ങളെ ആക്രമിക്കുന്നു, അത് ഞങ്ങൾ തിരിച്ച് ഇത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, പോരാടുന്നു മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ചരിത്രപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു വലിയൊരു ഘടകമുണ്ട്. USSR പിരിഞ്ഞതിന് ശേഷം യുക്രൈൻ USSRന്റെ ഭാഗമായിരുന്നു, റഷ്യയുടെ ഭാഗമായിരുന്നു, സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. പിരിഞ്ഞതിന് ശേഷം യുക്രൈന്റെ കയ്യിൽ ആണവ ആയുധങ്ങൾ ഉണ്ടായിരുന്നു, ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടായിരുന്നു. അത് അവര് റഷ്യക്ക് തിരിച്ചു കൊടുത്തു.
അന്ന് അവരത് തിരിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ന്യൂക്ലിയർ പവർ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഒരു ലോകരാജ്യങ്ങളും ഇൻക്ലൂഡിങ് ഇപ്പൊ അമേരിക്ക ഈ ഡയലോഗ് സെലൻസ്കിയോട് പറയത്തില്ലായിരുന്നു. റഷ്യ ചുമ്മാ ഒന്നും നോക്കാതെ കയറി ആക്രമിക്കത്തില്ലായിരുന്നു. അന്ന് അവർക്ക് ഈ ന്യൂക്ലിയർ ബോംബ് തിരിച്ചു കൊടുക്കേണ്ടത് നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി പ്രകാരം അവരത് തിരിച്ചു കൊടുക്കേണ്ടി വന്നതുകൊണ്ടാണ് അതൊരു പ്രശ്നമായത്. അതിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് യുക്രൈന് പൈസ യാചിക്കേണ്ട അവസ്ഥയോ ചെയ്യേണ്ട അവസ്ഥയോ വരത്തില്ലായിരുന്നു. അപ്പൊ ഇന്ത്യ ഇങ്ങനെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയ സമയത്ത് എല്ലാവരും പറഞ്ഞു ലോകക്രമത്തിനെതിരായിട്ട് ഒരു വാർമോങ്കറിംഗ് രാജ്യമായിട്ടാണ് ഇന്ത്യ ചെയ്യുന്നതെന്ന്. അപ്പൊ അന്നത്തെ ആദ്യം ഇന്ദിര, അത് കഴിഞ്ഞതിന് ശേഷം അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്താണ് നമ്മൾ പൊക്രാനിൽ ഇത് ചെയ്തിട്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നത്, പരീക്ഷണം വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രൊജക്ട് നെയിമില്, കോഡ് നെയിമില്. അപ്പൊ അന്ന് അത് ഇന്ത്യ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ആ ഉള്ള ഒരു പവർ ഉണ്ടല്ലോ, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്കുള്ള പവർ, ആ ന്യൂക്ലിയർ പവർ എന്നുള്ള ഒരു പവർ ഉണ്ട്. ഇത് ബാക്കിയുള്ള രാജ്യം ഇപ്പം ഇന്ന് പുള്ളി സെലൻസ്കി നാണം കെട്ടു, അല്ലെങ്കിൽ ട്രംപിന്റെ വായിലിരിക്കുന്നത് കേട്ടു, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ പോലും യുക്രൈനെ സെലൻസ്കി ഇങ്ങനെ കളിയാക്കി പറയുന്നതിന് ഒരു കാരണം അതൊരു കുറച്ച് ചിന്തിക്കുമ്പം അതൊരു വലിയ ഫാക്ടറാണ്. അതാണ് നമുക്ക് യുക്രൈനെ സെലൻസ്കിയും പറയാൻ കോമഡി തിരിച്ചു വന്നല്ലേ എന്തോ നൈറ്റ് എന്തോ. അതെ, അത് പുള്ളി പോയി കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും വിഷയമായി. പുള്ളി പോയി കഴിഞ്ഞ് വിഷയമായി കഴിഞ്ഞപ്പം സെലൻസ്കിയുടെ ഭാഗത്തുനിന്ന് യുക്രൈന്റെ ഭാഗത്തുനിന്ന് ട്രംപിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നുകൂടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പം ട്രംപ് പറഞ്ഞു പരിപാടിയൊന്നുമില്ല, താൻ ഇനി എപ്പോഴാണോ പീസിന് റെഡി ആകുന്നത് അന്നേരം എൻ്റെ അടുത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ട് പുള്ളിയുടെ ഫ്ലൈറ്റേ കയറി ബൈ പറഞ്ഞ് നേരെ ഫ്ലോറിഡയ്ക്ക് പോയി. ഇവിടെ വീടോ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പുള്ളിക്കിപ്പം ലോകത്തെല്ലാവർക്കും പ്രോപ്പർട്ടി ഉള്ള ഒരു ഓഡീഷ്യനാണ്. പുള്ളി പക്ക ബിസിനസ്മാൻ, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത്. കച്ചവട കണക്കാണ്. അതാണ് പുള്ളി നോക്കുന്നത്. ആ കച്ചവട മൈൻഡ് സെറ്റിലാണ് പുള്ളി നോക്കുന്നത്. പക്ഷെ അത് തെറ്റാണ് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം പുള്ളിയുടെ രാജ്യത്തിന് ഏറ്റവും അനുയോജ്യമായ കാര്യം, അമേരിക്കക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യം, അമേരിക്കക്ക് വേണ്ട കാര്യം, അതാണ് പുള്ളി സംസാരിക്കുന്നത്. അതുകൊണ്ട് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ നമ്മളിങ്ങനെ വന്നു കഴിയുമ്പം ഇപ്പം ഇന്റർനാഷണൽ തലത്തിലെ വാർത്തകളിൽ നിന്ന് നമുക്ക് പയ്യെ കേരളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, കഴിഞ്ഞിടയ്ക്ക് ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത് ഒന്ന് അതിഭീകരമായ അക്രമങ്ങൾ കേരളത്തിൽ കൂടുന്നു. പിന്നെ ഒന്നുള്ളത് എന്താ പറയാ, ലഹരി പദാർത്ഥ ഉപയോഗങ്ങൾ കേരളത്തിൽ കൂടുന്നു. ഒരു ദിവസം തന്നെ കെമിക്കൽ സബ്സ്റ്റൻസ് കേസുകൾ 10-15 ഡെയിലി കേരളത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിനൊരു സിനിമാക്കാര് കാരണമാണ് അങ്ങനെയുള്ളത്, സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളൊരു ഇതുണ്ട്. നീ ഒരു സിനിമക്കാരനായതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടത് ഈ വിഷയം. സിനിമ കാണുന്ന പോലെയുള്ള ആൾക്കാർ പുറത്ത് ചെയ്യുന്നു, അത് ആരെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അത് ഒരു തെറ്റായ കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സിനിമ കാണുക, കണ്ടിട്ട് പോവുക, അല്ലാതെ അതിൽ അങ്ങനെയാണ് വേണ്ടത്. അതിപ്പോൾ ചെയ്യുന്നുണ്ട് അവരുടെ കുറ്റം തന്നെയാണ്, അതിൽ മാനസിക രോഗികളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ അതിൽ കൂടുതൽ പിന്നെ കൊല്ലാനൊക്കെ സിനിമ കണ്ടിട്ട് കൊല്ലാതെ പറഞ്ഞാല് പറഞ്ഞ പോലെ സൂപ്പർ ദൃശ്യത്തിന്റെ സമയത്ത് അങ്ങനെ അത് ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുക, സ്കൂളിൽ 8 കണ്ടാ പഠിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 8ാം ക്ലാസ് പഠിക്കൊണ്ടിരിപ്പം എല്ലാവർക്കും ഒരു ഇങ്ങനെ ക്ലാസ് ഉണ്ടാവും, ഈ മോറൽ ക്ലാസ്. ഈ ആൾക്കാർ വന്നിട്ട് പറയുക. അപ്പൊ ഒരു മോറൽ ക്ലാസ് വന്നപ്പോ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, ഒരു ഓഡിറ്റോറിയത്തിൽ മുഴുവൻ പിള്ളേരും ഉണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ ഇറങ്ങി, ദൃശ്യം, എല്ലാവരും കൈയടിച്ചു. ഇതാണ് കുഴപ്പം. ആ പടത്തിൽ എന്താണ് പറയുന്നത്? ഒരു കൊലപാതകം നടക്കുകയും അത് മറയ്ക്കാനുമാണ്. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ ഇത് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ അന്ന് ഒത്തിരി ആൾക്കാർ ഓർത്ത് കാണത്തില്ല ഇത്, അയാൾ പറഞ്ഞ് ശരിയാണ്. പക്ഷെ പിന്നെ ചിന്തിക്കുമ്പോ അയാളുടെ ഫാമിലിയെ രക്ഷിക്കാനായിട്ട് ഏതറ്റം പോകുന്നു. അതല്ല, ഏതറ്റം വരെ പോകുന്നു എന്നുള്ളതല്ല അതിന്റെ കാര്യം. അതൊരു സിനിമയാണ്. നമ്മൾ ആ സിനിമ കാണുന്നു, ആസ്വദിക്കുന്നു, പോകുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ജോൺ വിക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു കഥാപാത്രത്തിന്റെ പട്ടിയെ കൊല്ലുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിനുവേണ്ടി പുള്ളി എന്തുമാത്രം കൊലപാതകം നടക്കുന്നുണ്ട്. ആ സിനിമ കണ്ടു നിന്നാൽ മുഴുനീളം വയലൻസ് ആണ്. പെൻസിൽ കൊല്ലുന്ന പല രീതികളിൽ കൊല്ലുന്നു, ബോംബിട്ട് കൊല്ലുന്നു, സ്റ്റെപ്പ് കയറി പോകുന്ന വഴിക്ക് ഓടി കടന്നു കൊല്ലുന്നു. എന്നൊക്കെ അതൊരു കൊലപാതകങ്ങളുടെ ഒരു പെരളിയാണ്. എന്നും പറഞ്ഞുകൊണ്ട് ലോകത്തിലുള്ള അത് ജോൺ വിക്ക് എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ഫിലിമാണ്. ഒരു ഇന്റർനാഷണൽ ബ്ലോക്ക് ബസ്റ്റർ ആണ്. എനിക്ക് തോന്നുന്നു 500 മില്യൺ മണ്ടയ്ക്ക് ഗ്രോസ് ചെയ്തിട്ടുള്ള ഫിലിമാണ്. പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3 അല്ല കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയത് 4. അപ്പൊ ഈ 4 പാർട്ടിലായിട്ട് ഇന്റർനാഷണലി ഇത് $1 ബില്യൺ മൊത്തം ഗ്രോസ് ചെയ്ത ഫിലിമാണ്. ഒരു 8,500 കോടി രൂപ. നമ്മളിന്ന്
ക്രോർ ക്ലബ് എന്നൊക്കെ പറയുന്ന പോലെ 100 കോടി ക്ലബ് എന്ന് പറഞ്ഞ പോലെ 8,500 കോടിക്ക് 4 സിനിമയും കൂടെ കൂട്ടി 8,500 കോടിക്ക് മണ്ടയ്ക്ക് കളക്ഷൻ ഉണ്ടായിട്ടുള്ള സിനിമ. അതിന് മാത്രം ആൾക്കാർ കണ്ടിട്ടുള്ളതെന്ന് അർത്ഥം, പല എല്ലാ രാജ്യങ്ങളിലുമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് ജോൺ വിക്ക് മോഡൽ കൊലപാതകങ്ങൾ ആളിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതാണ് അതിന്റെ പ്രശ്നം. അത് ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ സിനിമയായിട്ട് ആസ്വദിക്കുക, പിന്നെ കഴിഞ്ഞ സാറാണ്ട് പറയുന്നത് കേട്ടോ, എന്താണ് ആവേശം സിനിമയിൽ മൊത്തം വെള്ളവടി, സിഗരറ്റ് വലി, അത് ആൾക്കാരെ പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. അതൊക്കെ സിനിമ കാണുക, ആസ്വദിക്കുക എന്നുള്ളത്. അത് കഥാപാത്രങ്ങളാണ്, അല്ലാതെ റിയൽ ലൈഫിലെ ആൾക്കാരല്ല. ആ കഥാപാത്രങ്ങളായി കണ്ടുകൊണ്ട് കാണുക, വിടുക, അത്രേ ഉള്ളൂ. കാണാൻ വിടുക. അതിപ്പം സൂപ്പർമാന്റെ സിനിമ കണ്ടിട്ട് പാൻഡിന്റെ മണ്ടയ്ക്ക് ജെട്ടി ഇട്ടിട്ട് ആരെങ്കിലും കെട്ടിടത്തിന് ഉണ്ടെന്ന് ചാടുവോ? ഇല്ല ഇല്ല. അതൊരു ഒരു ഫാന്റസി വേൾഡ് ആണ്. ആ ഒരു രീതി കാണിക്കും. അത് രഞ്ജിത്ത് പറഞ്ഞാലും നീ ഒരിക്കൽ പറഞ്ഞു. രഞ്ജിത്ത് ഒരു ദിവസം പറഞ്ഞു, എന്താണ് ഒരു നരസിംഹ സിനിമയിൽ ലാലേട്ടൻ ഇങ്ങനെ കുളത്തില് ഇങ്ങനെ, നരസിംഹ സിനിമയിലാണോ? അതെ അതെ. നരസിംഹ സിനിമയിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് കുടിക്കുന്ന സീനുണ്ട്, മദ്യത്തിന് കുടിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ അത് 2 ഷോട്ടാണ്, ഒന്നും എടുക്കുന്നത് വേറൊരു ഷോട്ടാണ് അത് വെള്ളം കുടിക്കുന്നത്. അപ്പൊ ഈ പിള്ളേർ വന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മാനസികരവും അതാണ് പുള്ളി പറഞ്ഞത്. ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സോപ്പും എണ്ണയും എല്ലാം വന്നേക്കുന്ന ഒരു സാധനത്തിലൂടെ പാടില്ല, അത് പാടില്ലെന്നല്ല. അതെ. പിന്നെ കഴിഞ്ഞ ദിവസം ആഷിഖ് കപൂർ പറഞ്ഞല്ലോ, അതേ ഒരു അല്ല, ആഷിഖ് കപൂർ ഇതിനെ കുറിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള രീതിക്കാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞിടയ്ക്ക് അല്ല, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു അദ്ദേഹം നിസ്സംശയം his acting skill or his direction skill is something that nobody should question. or അദ്ദേഹം ഒരു അതിപ്രഗൽഭനായ ഒരു സംവിധായകനാണെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ ക്യാമറ ആംഗിളുകളായാലും മറ്റു കാര്യങ്ങളായാലും. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞൊരു ഒരു സെൽഫ് ഗോൾ ആണെന്ന് എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ പഴയൊരു വളരെ ഫേമസ് ആയിട്ടൊരു സിനിമയാണ് ഇടുക്കി ഗോൾഡ്. അപ്പൊ ഇടുക്കി ഗോൾഡിനകത്ത് ഗാഞ്ച എന്ന് പറഞ്ഞ സാധനത്തിനെ മുഴുനീളം മഹത്വവൽക്കരിക്കുന്ന ഒരു രീതിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആ സിനിമയുടെ ഇതിവൃത്തം അതാണ്, ആ പേര് തന്നെ ഇടുക്കി ഗോൾഡ് എന്നാണ്. അപ്പം അങ്ങനെ ഒരു സിനിമ എടുത്ത ആള് ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിൽ റൈഫിൾ ക്ലബ്ബ് അദ്ദേഹത്തിന്റെ സിനിമ. അതിനകത്ത് ചോദിക്കുക, അച്ഛൻ മോനോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പം ഈ ഓരോ ഗ്രേഡിൽ ആദ്യമായിട്ട് നിനക്ക് കഞ്ചാവ് തന്നത് ആരാണ്, ആദ്യമായിട്ട് നിനക്ക് ബീഡി തന്ന ആരാണ്, ആദ്യമായിട്ട് നിനക്ക് കൊക്കൈനും മറ്റു കാര്യങ്ങളും തന്ന ആരാണ് എന്നുള്ള രീതിക്കാണ് ആ കഥാപാത്രം പറയുന്നത്. അപ്പം ആഷിഖ് കപൂർ സിനിമകൾ നാട്ടുകാരെ, പ്രേക്ഷകരെ സ്വാധീനിക്കുന്നു, അതുകൊണ്ട് അതിൽ അടിമപ്പെടുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുമ്പം അതിനർത്ഥം എന്താ? അദ്ദേഹം നാട്ടുകാരെ എങ്ങനെ അടിമപ്പെടുത്താനാണ് ചെയ്യുന്നത് എന്നുള്ളൊരു, അങ്ങനെ നമുക്ക് വേണം ഇത് ചെയ്യാമല്ലോ, പറയാമല്ലോ. അതാണ് അതിന്റെ ഒരു ഇത്. അദ്ദേഹം അങ്ങനെ പറയരുതായിരുന്നു. പ്രത്യേകിച്ച് സിനിമയിലുള്ള ആൾക്കാർ, സിനിമ എന്ന് പറഞ്ഞ മേഖലയിലുള്ള ആൾക്കാർ അങ്ങനെ പറയരുതായിരുന്നു. അതെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ മാർക്കോയാണ് എല്ലാരും പറഞ്ഞത്, മാർക്കോയിൽ ഇങ്ങനെ വയലൻസ് ഉള്ളതുകൊണ്ട് ആൾക്കാർ അത് ചെയ്യുന്നു. ഇപ്പൊ ഒരു മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഈ സ്ലാഷർ സിനിമകൾ അധികമായിട്ട് വന്നത് ഈ അടുത്ത കാലത്താണ്. ഇപ്പൊ പണി എന്ന് പറഞ്ഞ സിനിമ, മാർക്കോ എന്ന് പറഞ്ഞ സിനിമ, അങ്ങനെ കുറച്ചായിട്ടുള്ള ആ ഒരു കൾച്ചറിലോട്ട്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത് പണ്ട് തൊട്ടേ ഉണ്ട്. സോ റോങ് ടേൺ, അങ്ങനെ കുറച്ച് സിനിമകളുണ്ട്. അത് അവരൊന്നും ഇവിടെ പടം എടുക്കാതെ ഭാഗ്യമൊന്നും ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെയല്ല, അതിപ്പം ഒരു പ്രശ്നമുണ്ട്. ഇനിയിപ്പം മുതിർന്നവരിപ്പോ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇതുപോലെ സിനിമ കണ്ടിട്ട് കുട്ടികൾ പ്രേരിതരാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പം എൻ്റെ മകൻ ഈ പടം കാണുകയാണെങ്കിൽ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അത് ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ സിനിമ പിള്ളേർ കാണാൻ പാടില്ല. 18+ സിനിമയാണ്, R-rated സിനിമയാണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ R-rated സിനിമ എന്ന് പറയും, നമ്മളാണെങ്കിൽ A+ സിനിമ എന്ന് പറയും. ഇപ്പൊ 18+ അഡൽട്ട് പ്ലസ് ആയിട്ടുള്ള സിനിമകൾ പിള്ളേർ ഒന്നാമത്തെ കാര്യം കാണാൻ പാടില്ല. അപ്പം അതിന് പല ചോദ്യങ്ങൾ ഇതിനകത്ത് പിന്നെ വരും. കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ OTT മാർക്കോ റിലീസായി. അത് ഫുൾ വയലൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നീ കണ്ടിരുന്നോ? അത് തിയേറ്റർ കട്ട് തന്നെയാണ് OTT ഇറങ്ങിയത്. തിയേറ്റർ കട്ട് തന്നെ OTT ഇറങ്ങി. അപ്പം ഈ 18+ മാത്രം പിള്ളേർക്ക് കാണാമെന്നുള്ളത് നമ്മൾ ആർക്കും, എല്ലാ പിള്ളേരുടെയും മൊബൈലുണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്. നെറ്റ്ഫ്ലിക്സിനല്ല വന്നിരിക്കുന്നത്, സോണി ലിവിൽ വന്നിട്ടുണ്ട്. അപ്പം 18+ ഉള്ള അത് എങ്ങനെയാ നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റും? അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ മാർക്കോ കണ്ടിട്ട് ഒരു 25 വയസ്സുള്ളവനോ 30 വയസ്സുള്ളവനോ അത് അനുകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അവന് വിവരമില്ലെന്നേ പറയത്തുള്ളൂ, അവൻ എന്തോ മാനസിക അസുഖം ഉണ്ടെന്ന് പറയത്തുള്ളൂ. പക്ഷെ മറ്റേ കാര്യത്തിൽ ഒരു കാര്യമുണ്ട്. 12 മുതൽ 18 വയസ്സുള്ളത്, അതായത് ടീനേജർ ആയിട്ടുള്ള ഒരാള് നമ്മുടെ മനസ്സുറയ്ക്കുന്നതിന് മുമ്പ്, ശരി എന്താ തെറ്റെന്ന് അറിയുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ കണ്ടാൽ അവര് അതിൽ പ്രഭാവിതരാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം
എന്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ OTT-ൽ നമ്മൾ സെൻസറിങ് കൊണ്ടുവരികയാണെങ്കിൽ അത് മറ്റു പല പ്രശ്നങ്ങളിലേക്കും പോകും. പക്ഷെ കൊണ്ടുവരാതിരിക്കാൻ പറ്റത്തുമില്ല. അല്ലെങ്കിൽ അത് OTT-ൽ ഓടിക്കാതിരിക്കണം ഇങ്ങനത്തെ പടങ്ങൾ. അല്ലെങ്കിൽ OTT-ൽ തന്നെ വേറെ എന്തെങ്കിലും ഏജ് റെസ്ട്രിക്ഷനോട് കൂടി ഓടിക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം. എല്ലാവരുടെ ഇപ്പം ഇതുണ്ട്, ഫോണുണ്ട്. അവര് ഇതൊന്നും കിട്ടിയില്ല, ടെലിഗ്രാമിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ കാണുക. അതുകൊണ്ട് പ്രശ്നമുണ്ട്. അതിനെ എങ്ങനെ അഭിമുഖീകരിക്കും നമുക്ക് നമ്മളെ സംബന്ധിച്ചൊരു ഒന്നെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ കൊണ്ടുപോകണം. പക്ഷെ ഈ മൊത്തം പറയുന്നതിൽ രണ്ട് കാര്യമുണ്ട്. 18 ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ 18 ഒരു 25-30 അല്ലെങ്കിൽ 35-40 വയസ്സുള്ള ഒരുത്തൻ ഇത് കണ്ടിട്ട് പ്രഭാവിതനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് ഉളംമറക്കി കൊണ്ടുപോകണം. അത് യാതൊരു സംശയമില്ല. പക്ഷെ പിള്ളേരെങ്ങനെ കാണുന്നു? 5 വയസ്സും 6 വയസ്സുള്ള പിള്ളേരെ ഇപ്പൊ മൊബൈൽ ഫോൺ, അമ്മമാര് ഫോൺ കൊടുത്തിട്ടാണ് ആഹാരം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പിള്ളേര് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്നതിന്റെ നമ്മുടെ കസിൻസ് ഒക്കെ പിള്ളേർ തന്നെ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പം കാർട്ടൂൺ കാണാൻ വേണ്ടിയാണ് പിള്ളേർ എടുക്കുന്നത്. പക്ഷെ ദേ നോ ഹൗ ടു സ്വൈപ്പ്. അങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഇതിലേക്ക് പോകും. അപ്പൊ അങ്ങനെ കാണുമ്പോൾ അത് മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് ഇസ് എ ബിഗ് പ്രോബ്ലം. ഐ മീൻ അതൊരു പ്രശ്നം തന്നെയാണ്. എന്ത് ചെയ്യാൻ പറ്റും നോക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു സബ്ജക്റ്റ് എന്ന രീതിയിൽ ഇതാണെങ്കിൽ കളി കണ്ടായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി ഇംഗ്ലണ്ടിന്റെയും അഫ്ഗാനിസ്ഥാനെതിരെയുള്ള കളി. ഞാൻ വിചാരിച്ച അഫ്ഗാനിസ്ഥാൻ ജയിക്കാനുള്ള ഒരു നല്ലൊരു സാധ്യത. അല്ല, ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള കളി അഫ്ഗാനിസ്ഥാൻ ജയിച്ചു. ഇന്നലെ അഫ്ഗാനിസ്ഥാനും ഓസ്ട്രേലിയയും തമ്മിലുള്ള കളിയാണ്. എല്ലാവരും അതായത് നമ്മള് ഒരു അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനലിലേക്ക് കയറുക എന്നുള്ള രീതിക്ക് നല്ലൊരു കളിയായിരുന്നു. പക്ഷെ മഴ കാരണം കളി ഉപേക്ഷിച്ചു. നിങ്ങൾ ആ വീഡിയോ കാണുമ്പം മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. പടുത വിരിച്ചു, പടുതയുടെ മണ്ടയ്ക്ക് മഴ പെയ്തു, 1 പടുത ചോരുന്നു, 2 പടുത വലിച്ചോണ്ട് പോകുമ്പോൾ വെള്ളം മുഴുവൻ വീഴുന്നു. അതായത് എത്രത്തോളം വെള്ളം ആ പടുതയിൽ വീണിട്ടുണ്ട് അത്രത്തോളം വെള്ളം. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം അടപടലം എക്യുപ്ഡ് അല്ല ഒരു അന്തർദേശീയ കായിക വിനോദം നടത്താൻ എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി. ഒരുപാട് മത്സരങ്ങൾ അങ്ങനെ. അതെ, മത്സരങ്ങൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് മത്സരങ്ങൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ജനറൽ ബുദ്ധിയിൽ ഉദിക്കേണ്ട പല കാര്യങ്ങളും അവർ ചെയ്തില്ല. ഇന്ത്യ എന്തുകൊണ്ടും പോകാത്ത നല്ലതായിരുന്നു എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ അഭിപ്രായം. അതാണ് അതിന്റെ കാര്യം. അത് പല കളികളും മഴയുടെ പ്രശ്നങ്ങൾ കാരണം, അതായത് ക്രമീകരണങ്ങളുടെ പോരായ്മകളുണ്ട്. ഗ്രൗണ്ട് മുഴുവൻ വെള്ളമാകുന്നു. ഡ്രെയിനേജ് സിസ്റ്റം അത് വർഷങ്ങളായിട്ട് കളി നടക്കാത്ത ഒരു രാജ്യമാണ്. പക്ഷെ അവർ കുറച്ചുകൂടെ, പിന്നെ ഇതിനേക്കാളും ഇതെല്ലാത്തും ഉദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അന്തർദേശീയ കായിക വിനോദങ്ങൾ നടത്തുന്നത് രാജ്യങ്ങൾക്ക് വലിയൊരു ബാധ്യതയാകുന്നു എന്നുള്ളൊരു സംസാരം എപ്പോഴും ഉണ്ട്. 2014 ഫിഫ വേൾഡ് കപ്പ് ബ്രസീലിൽ നടത്തിയപ്പം ബ്രസീൽ വലിയ കടക്കണിലേക്കാണ് പോയത്. 2014 ഫിഫ വേൾഡ് കപ്പും 2016 ഒളിമ്പിക്സും ബ്രസീലിലാണ് നടത്തിയത്. അപ്പം പല സ്റ്റേഡിയങ്ങളായിട്ട് 17-18 സ്റ്റേഡിയങ്ങളിലായിട്ട് നടത്തിയ മത്സരങ്ങള് 7-8 സ്റ്റേഡിയം, കൃത്യമായിട്ട് നമ്പർ ഓർക്കുന്നത്. പക്ഷെ പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയ സ്റ്റേഡിയങ്ങളില് പല സ്റ്റേഡിയങ്ങളും ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ട് ആരും കയറാതെ കാട് കയറി കിടക്കുകയാണ്. എന്നാൽ ആ വേൾഡ് കപ്പിനും ഒളിമ്പിക്സിന് വേണ്ടിയിട്ടും ആ രാജ്യമെടുത്ത സ്ട്രെസ്, ഫിനാൻഷ്യൽ സ്ട്രെസ്, അതിനകത്ത് അവർ കഴകാൻ വളരെ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കണം. അതിന്റെ ആ തുടർചലനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പം അങ്ങനെ ഒരു രാജ്യം, ഈവൻ ഇപ്പൊ ബ്രസീലിന് അത് നടക്കുന്നില്ലെങ്കിൽ പാകിസ്ഥാനെ പോലെ രാജ്യം ചെയ്യരുതായിരുന്നു. നമ്മൾ കോമഡി കാണലും പറയും, ബ്രെഡ് മേടിക്കാനും ദോശ മേടിക്കാനും അരി മേടിക്കാനും പൈസ ഇല്ലാത്തവന്മാര് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകൾ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തതായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായം. അത് ആളാകാൻ വേണ്ടി കാണിക്കാനാണെങ്കിൽ കാണിക്കാം, പക്ഷെ അതിൻ്റെതായ ഒരു കാര്യമുണ്ടല്ലോ. അതൊക്കെയാണ് കോമഡി ആയിട്ട് പലപ്പോഴും കോമഡി ആയിട്ട് തോന്നും.